ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള BCA, BSW, BCom തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. DPOL ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, DISAT, നിലമ്പൂർ. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വിമർശനവുമായി PV അൻവർ. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിലാണ് ഇനി പ്രതീക്ഷയെന്നും PV അൻവർ. ഇത് പുറത്ത് ബോധ്യപ്പെടുത്തില്ല. അവർ പറയേണ്ടതൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ പറയാ, പണ്ട് ഈ പറയുന്നത് പോലെ K കരുണാകരനും മാണി സാറും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇതിനൊക്കെ ഒരു ചർച്ചകൾ നടത്തി ഒരു അമിക്കബിൾ സൊല്യൂഷൻ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് കഴിയുന്നത്ര ഓടുന്നുണ്ട്, അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒരു ഇതിനൊരു ഐക്യപ്പെടണ്ടേ? എത്ര പാർട്ടിയുണ്ട് UDF ഘടകകക്ഷി? നിങ്ങളൊന്ന് അയച്ചു നോക്കൂ. ഫോർവേഡ് ബ്ലോക്ക് ഞാൻ പറയണ്ടല്ലോ. ഇപ്പൊ ഇവിടെ കുന്നമംഗലത്ത് ഒരു എന്താണ് പ്രവാസി കോൺഗ്രസ് ആണ്, ഘടകകക്ഷിയാണ്. നിങ്ങൾക്ക് ആർക്കും അറിയാം. ആ പാർട്ടി കമ്പ്യൂട്ടറിൽ മാത്രമാണ്, ഇത് സോഫ്റ്റ്വെയറിൽ മനുഷ്യന്മാരില്ല. ഘടകകക്ഷിയാണ്. ഇവിടെ 20 കിലോമീറ്റർ ഉള്ളൂ നിലമ്പൂരിൽ നിന്ന് കൂടല്ലൂർക്ക്, തമിഴ്നാട്ടിലേക്ക്. അവിടെ ഈ പറയുന്ന കോൺഗ്രസും CPM-ഉം DMK-യും TMC-യും എല്ലാം ഒന്നാണ്. എന്ത് ന്യായമാണ് ഇതിനൊക്കെ? ഓരോ സംസ്ഥാനത്തും നടക്കുന്ന രാഷ്ട്രീയ അലയൻസുകൾ നമുക്കറിയില്ലേ? അപ്പൊ എന്താണ് ഞാൻ ചെയ്ത കുറ്റം? ഇനി ഞാൻ എന്ത് ചെയ്യണം? ആരെ കാല് പിടിക്കണം ഈ ഗവൺമെന്റിന് താഴെ ഇറക്കാൻ? എനിക്കൊരു ചുക്ക് നിങ്ങൾ തരണ്ട. എന്റെ കൂടെ കുറെ മനുഷ്യന്മാരുണ്ട്. അൻവർ നയം വ്യക്തമാക്കട്ടെ എന്ന് പറഞ്ഞാൽ അൻവറിന് ഇനി നയം വ്യക്തമാക്കണമെങ്കിൽ എന്റെ പാർട്ടി ലീഡർഷിപ്പുമായിട്ട് ആലോചിക്കണം. എന്നെ വിശ്വസിക്കുന്ന കുറെ ആളുകളുണ്ട് ഈ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും. എനിക്കൊരു പാർട്ടിയുണ്ട്, AITC. പാർലമെന്റിലെ 3ാമത്തെ പാർട്ടിയാ. 42 MP-മാരുള്ള, 200ഓളം MLA-മാരും മുഖ്യമന്ത്രിയുള്ള. അവരോട് എനിക്ക് സംസാരിക്കണ്ടേ? ഓരോ ദിവസവും അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. UDF മെനിയാന്ന് സ്ഥാനാർത്ഥി അനൗൺസ് ചെയ്ത് കണ്ടിട്ട് അവർ വിളിച്ചു, എന്തായി നമ്മുടെ കാര്യം? നമ്മൾ അണ്ടർ ഡിസ്കഷനാണ്, ഇറ്റ്സ് ഗോയിങ് ഓൺ, വി വിൽ ഇൻഫോം യു. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ നാണം കെട്ട ഒരു തീരുമാനത്തിന് പോകണ്ട, യു ഗോ ആൻഡ് ഗിവ് ദ നോമിനേഷൻ, ദീദി വിൽ കം ദർ. TMC-യുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വരും. 10 മന്ത്രിമാരെ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 ministers, whatever MPs you required, you give me the details. കേരളത്തിൽ പരിചിതമായ രാജ്യത്തിന്റെ പാർലമെന്റിൽ അതിശക്തമായി സംസാരിക്കുന്ന MP-മാരുണ്ട്. അവര് വരും പ്രചരണത്തിന്. They are ready to support us. ഇതൊക്കെ നിൽക്കുമ്പോഴും എന്താ അറിയോ, നമ്മൾ ലക്ഷ്യം വെച്ചൊരു സംഗതിയുണ്ട്, ആ ലക്ഷ്യത്തിന് വേണ്ടി നീങ്ങുക. അപ്പൊ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇനി സംസാരിക്കാനുള്ളത് ബഹുമാനപ്പെട്ട KC വേണുഗോപാലിനോടും കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാര് എന്നെ ബന്ധപ്പെടുന്നുണ്ട്. ഞാനിത് പ്രചരിപ്പിക്കാൻ പോലില്ല. ബഹുമാനപ്പെട്ട K സുധാകരൻ മിനിയാന്ന് കണ്ട വിവരം ഞാൻ നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുമ്പോഴാണ് നിങ്ങൾ അറിയുന്നത്. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല നിരന്തരമായി ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ നോക്കൂ നിങ്ങൾ, കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീണ്, KPCC ജനറൽ സെക്രട്ടറി ജയന്ത്, CMP-യുടെ നേതാവ് നമ്മുടെ MVR ഹോസ്പിറ്റലിന്റെ ചെയർമാനായ ദാസേട്ടൻ ഇന്നലെ ഇവിടെ വന്നല്ലോ ഉച്ചയ്ക്ക്, നിങ്ങൾ കണ്ടതാണല്ലോ. അവരൊക്കെ എന്തിനാ വരുന്നത്? അവർക്ക് എന്താ പറയാ, ആ കോൺഗ്രസിനോടുള്ള സ്നേഹവും വ്യക്തിപരമായി എന്നോടുള്ള ബന്ധവും UDF ഇവിടെ വരണമെന്നുള്ള താല്പര്യത്തിലാണ് വരുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? പ്രവീൺ ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ DCC ഓഫീസാണ്. കണ്ടതാണല്ലോ നിങ്ങൾ. 5-8,000 കോടി രൂപ കോൺഗ്രസ്സുകാരിൽ നിന്നും ജനങ്ങളിൽ നിന്നും പിരിച്ച് ഇങ്ങനെ ഒരു DCC ഓഫീസ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രൂവ് ചെയ്ത ജനകീയനായ നേതാവാ, ജനങ്ങളുടെ ഇടയിൽ ജയിക്കുന്നവനാ. ഒപ്പത്തിനൊപ്പം ജയന്തുണ്ട്, KPCC ജനറൽ സെക്രട്ടറി. ഇവരൊക്കെ വർക്ക് ഇവർ വന്ന് പോയി. നമ്മൾ വല്ലതും പറഞ്ഞോ? അവർ സുഹൃത്ത് സംഭാഷണത്തിൽ വന്ന K മുരളീധരൻ 10 വട്ടം എന്നെ വിളിച്ചിട്ടുണ്ട്. പാവം, നിങ്ങൾ സൈക്കി, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. കോൺഗ്രസിൽ നിന്നുണ്ടായ അവഗണനകൾ എണ്ണിപ്പറഞ്ഞിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവും നിലമ്പൂർ മുൻ MLA-യുമായ PV അൻവർ.
വി.ഡി. സതീശൻ ചെളിവാരിയെറിഞ്ഞ് ദയാവധത്തിന് വിട്ടുവെന്ന് പി.വി. അൻവർ പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ താൻ അധിക പ്രസംഗിയാണ്. കാലുപിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുകയാണ്. ഇനി താൻ കാലുപിടിക്കാനില്ല. കത്രിക പൂട്ടിട്ട് പൂട്ടാൻ നോക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അക്കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരും. മുസ്ലിം ലീഗ് നേതാക്കളായ പാണക്കാട് തങ്ങളും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും തനിക്ക് വേണ്ടി ഇടപെട്ടു. തന്നെ UDFിലേക്ക് ക്ഷണിച്ചത് അവർ ഇരുവരുമാണ്. എന്നാൽ വി.ഡി. സതീശനടക്കം മുഖം തിരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിലാണ് ഇനി പ്രതീക്ഷയെന്നും പി.വി. അൻവർ പറഞ്ഞു. UDFിന് കത്ത് നൽകി 4 മാസമായെന്നും പി.വി. അൻവർ പറഞ്ഞു. ഈ മാസം 2-ന് UDF യോഗം ചേർന്നു. UDF കൺവീനർ MM ഹസൻ പത്രസമ്മേളനം നടത്തി. കാര്യങ്ങൾ തീരുമാനിക്കാൻ വി.ഡി. സതീശനെ ചുമതലപ്പെടുത്തി. 2 ദിവസം കൊണ്ട് തീരുമാനം പ്രഖ്യാപിക്കാമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം വി.ഡിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും നടന്നില്ല. ഈ മാസം 15-ന് വി.ഡിയുമായി ചർച്ച നടത്തി. 2 ദിവസം കൊണ്ട് പ്രഖ്യാപനം നടത്തുമെന്ന് വി.ഡി ഉറപ്പു പറഞ്ഞു. എന്നാൽ തുടർ നടപടി ഉണ്ടായില്ലെന്നും പി.വി. അൻവർ പറഞ്ഞു. സർക്കാരിനെ താഴെ ഇറക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. മുന്നണിയാക്കാമെന്ന് പറഞ്ഞപ്പോൾ അതും സമ്മതിച്ചു. എന്നാൽ തന്നെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് വിടുകയാണ് ചെയ്തതെന്ന് പി.വി. അൻവർ പറഞ്ഞു. അതേസമയം പി.വി. അൻവറിന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ കൂടിയാലോചന തുടങ്ങി. മുതിർന്ന നേതാക്കളുമായാണ് ആശയവിനിമയം നടത്തുന്നത്. UDF കൺവീനർ അടൂർ പ്രകാശ് നിലമ്പൂരിലെത്തും. അതേസമയം അൻവർ നിലമ്പൂരിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കരുതെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. UDF പറയുന്ന കാര്യങ്ങളും അൻവർ പറയുന്നതും സമാനമാണെന്ന് ലീഗ് സംസ്ഥാന സെക്രട്ടറി മലപ്പുറത്ത് പറഞ്ഞു. അൻവറിനെ UDFിൽ അസോസിയേറ്റ് കക്ഷിയാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും PMA സലാം വെളിപ്പെടുത്തി. ഇടതു സർക്കാരിന്റെ നയങ്ങളെ എതിർക്കുന്നവർ ഒരുമിക്കണമെന്നും വികസന വിരുദ്ധതയെ തുറന്നു കാണിക്കണമെന്നും ഒരുമിച്ച് പോകേണ്ട സ്ഥലങ്ങളിൽ ഒരുമിച്ച് പോകണമെന്നും അദ്ദേഹം പറഞ്ഞു. അൻവർ സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.